ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്നേഹിച്ചവര് പരസ്പരം പിരിഞ്ഞു പോയേക്കാം. പല കാരണങ്ങളും കൊണ്ട് ഒരുമിച്ച് ചേരാൻ പറ്റാതെ ആയിരിക്കാം. എന്നാലും ആദ്യം പ്രേമിച്ച പെണ്ണിനും ആണിനും അത് പരസ്പരം മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? കാര്യങ്ങളെല്ലാം നിനക്ക് അനുകൂലമായി മാറുന്നൊരു സമയം വരും. ആ സമയത്ത് അടിക്കണം. അതുവരെ നീ പത്തി താഴ്ത്തി കാത്തിരിക്കണം. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നീ എങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നേ? അഡ്വക്കേറ്റ് മഹേശ്വരൻ പോറ്റിയെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. അതൊക്കെ നീ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവസാനത്തെ അടിക്കുള്ള ആയുധങ്ങൾ അതല്ല. അതിലൊന്നും ഒരു പിഴവും വരരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. അമ്മാവാ, തോറ്റുപോയവളല്ല അവന്തിക. ഇപ്പോഴും ജയിച്ചു തന്നെയാ നിൽക്കുന്നത്. എന്റെ ശത്രുക്കളെയെല്ലാം കൂടി ഒരുമിച്ച് തീർത്തു കെട്ടാനുള്ള ആയുധങ്ങൾ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. എന്തൊക്കെയോ ചില പദ്ധതികൾ നിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അത് പറയാറായിട്ടില്ല. നെല്ലിശ്ശേരിയിലെ സേതുമാധവനെയും മക്കളെയും വട്ടപൂജയാക്കി തെരുവിലേക്ക് ഇറക്കി വിടും ഞാൻ. എന്നിട്ട് എന്റെ അച്ഛന്റെ ചോര വീണ പണം കൊണ്ട് അയാൾ കെട്ടിപ്പൊക്കിയതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. അമ്മാവൻ പറഞ്ഞതുപോലെ അതിന്റെ കാര്യത്തിൽ എടുത്തു ചാടി ഞാൻ ഒന്നും ചെയ്യില്ല. എല്ലാം ആലോചിച്ചുറപ്പിച്ച് മാത്രമേ ചെയ്യൂ. എന്നാലും അതെന്താണെന്ന് അമ്മാവനോട് പറഞ്ഞൂടെ? പറയാം, സമയാവട്ടെ. ആ തന്തയുടെയും മക്കളുടെയും ജീവിതത്തിലേക്ക് ഒരാറ്റം ബോംബ് പോലെയായിരിക്കും അത് വന്ന് വീഴുന്നത്. അതിന്റെ ശക്തിയിൽ നെല്ലിശ്ശേരിയും സേതുമാധവനും മക്കളും എല്ലാം കത്തിച്ചാമ്പലാവും. അതെ അതെ, ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം. സച്ചേട്ടൻ ശരി, പറഞ്ഞാ മതി. ഓക്കെ. ലച്ചു അല്ലേ അത്? അതോ എനിക്ക് തോന്നിയതാണോ? ആയിരിക്കും. ചായ ഇതിലുണ്ട്.
എന്താ പറ്റി? ഏയ് ഒന്നുമില്ല. തനിക്ക് ചായ തരട്ടെ? ഉം. ദാ, സച്ചേട്ടൻ കുടിക്കുന്നില്ലേ? എനിക്ക് പിന്നെ മതി. ഡോക്ടറെ കാണാൻ പോയിട്ട് എന്താ പെട്ടെന്ന് തിരിച്ചു വന്നേ? കണ്ടില്ലേ? ആ ഇല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് പോയി കാണാം. അതെന്താ അങ്ങനെ? ഡോക്ടറെ കാണാൻ പോകുന്ന വഴിക്ക് ഞാൻ വേറൊരാളെ കണ്ടു. ആ, ലക്ഷ്മിയാണോ സംശയിച്ച് കുറച്ച് പിന്നാലെ പോയി. ലക്ഷ്മിയോ? ആ അതെ, അവളെപ്പോലെ തന്നെ തോന്നി. ഞാൻ അവളെ വിളിക്കുകയും ചെയ്തു, പക്ഷേ പെട്ടെന്ന് പിന്നെ കണ്ടില്ല. സച്ചേട്ടന് തോന്നിയതായിരിക്കും. അല്ലെങ്കിലും അന്ന് വളകാപ്പിന് ലക്ഷ്മി വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. എന്ത്? പഴയ കാമുകിയെ കണ്ടപ്പോ മനസ്സിനൊരു ഇളക്കം തട്ടിയതുപോലെ. ഏയ് ചുമ്മാ താനൊന്ന് പോയേ, ചുമ്മാ അനാവശ്യം പറയല്ലേ. പണ്ടത്തെ കഥകളൊക്കെ എനിക്കറിയില്ല, പക്ഷെ ആ കത്ത് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഓഹോ, അതിപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കാണോ? താനാള് കൊള്ളാലോ. ലക്ഷ്മി വന്നപ്പോഴുള്ളൊരു ഇളക്കവും ചിരിയും സംസാരവും. ലക്ഷ്മിയോട് സംസാരിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്. എന്റെയോ ലക്ഷ്മിയുടെ മനസ്സിൽ അതൊന്നുമില്ല. അതൊക്കെ എന്നോ മറന്ന കാര്യങ്ങളാ. അവളിപ്പോ ഗോവിന്ദനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. കഴിഞ്ഞ ദിവസം ലക്ഷ്മിയോട് വന്ന് തന്നെ കണ്ടില്ലായിരുന്നോ? അതൊക്കെ സമ്മതിച്ചു. പക്ഷെ സച്ചേട്ടാ, സ്നേഹിച്ചവര് പരസ്പരം പിരിഞ്ഞു പോയേക്കാം. പല കാരണങ്ങളും കൊണ്ട് ഒരുമിച്ച് ചേരാൻ പറ്റാതെ ആയിരിക്കാം. എന്നാലും ആദ്യം പ്രേമിച്ച പെണ്ണിനും ആണിനും അത് പരസ്പരം മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും. ആ ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ദേ, എന്റെ അടുത്ത് വലിയ ജാടയൊന്നും ഇറക്കണ്ട. ഈ മനസ്സിലൊരു കാറ്റടിച്ചാലേ അതെനിക്കറിയാം. അതിന് താൻ മൈൻഡ് റീഡിംഗ് പഠിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് ഭർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ ഭാര്യമാരും സ്വയം പഠിക്കുന്ന ഒരു കോഴ്സാണത്. ഭർത്താവിന്റെ മനസ്സ് വായിക്കാനുള്ള മൈൻഡ് റീഡിംഗ്. അല്ല, എനിക്കൊരു സംശയം. ആ എന്താ? കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഇവിടെ വെച്ച് കണ്ടു എന്ന് സച്ചേട്ടൻ പറഞ്ഞു. ഇന്നിപ്പോ ഇതാ വീണ്ടും കണ്ടു. കണ്ടത് ലക്ഷ്മി തന്നെയാണെങ്കിൽ ലക്ഷ്മി എന്തിനായിരിക്കും ഈ ഹോസ്പിറ്റലിൽ വന്നത്? ആ അപ്പ എന്നോട് പറഞ്ഞത് ഏതൊരു ബന്ധു ഇവിടെ കിടപ്പുണ്ടെന്നാ.